റാപ്പർ വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളി വളരെ മികച്ച ഒരു കലാകാരനാണ്. ഈ സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും പ്രതിനിധിയായി ഇന്നത്തെ തലമുറയിൽ റാപ്പ് സംഗീതം കൊണ്ട് തൻ്റേതായ ഒരു ലോകം കെട്ടിപ്പടുക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വരികൾ പല രീതിയിലും ജാതിവെറിയന്മാരെ അസ്വസ്ഥമാക്കുന്നുണ്ട്, സവർണ മേധാവികളെ അസ്വസ്ഥമാക്കുന്നുണ്ട്. ഉദ്യോഗ ശൃംഖലയിൽ തന്നെ പലർക്കും വേടൻ എന്ന വാക്കിനോട് പോലും അസ്വസ്ഥതയുണ്ട്. കൃത്യമായി വേടൻ്റെ വാക്കുകൾ കടമെടുത്താൽ അദ്ദേഹം പറയുന്ന ഓരോ വരികളിലും അർത്ഥതലങ്ങളിലും ഇരയാക്കപ്പെടുന്നവൻ്റെ വിഷമമുണ്ട്, അടിച്ചമർത്തപ്പെടുന്നവൻ്റെ, നീതി നിഷേധിക്കപ്പെടുന്നവൻ്റെ എല്ലാ രീതിയിലുള്ള കൃത്യമായ പ്രതികരണവുമുണ്ട്. വേടനെതിരെ ഉള്ള കേസ് അവധാനതയോടെ കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു. തെറ്റുപറ്റിയിരിക്കുന്നു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും സമ്മതിക്കുകയാണ്. അതായത് വേടൻ താമസിക്കുന്ന ഫ്ലാറ്റിൽ 9 പേരെ പിടികൂടുമ്പോൾ 6 ഗ്രാം കഞ്ചാവ് കൈവശം വെച്ചിരുന്നു എന്നാണ് പറയുന്നത്. സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാവുന്ന കേസ്. അതായത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തത് കഞ്ചാവ് കേസുമായി ബന്ധപ്പെടുത്തിയല്ല, പുലിനഖം, അതായത് ലോക്കറ്റിൽ കൊരുത്ത പുലിനഖം, ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ്. ഇത് വേട്ടയാടിയതാണോ എന്നുള്ളത് അന്വേഷിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അവിടെയാണ് നീതി നിഷേധിക്കപ്പെടുന്നതിൻ്റെയും അതുപോലെ ഇരട്ടത്താപ്പ് ഒക്കെ കൃത്യമായി ബോധ്യപ്പെടുന്നത്. സുരേഷ് ഗോപിയുടെ ലോക്കറ്റ്, അതിനകത്ത് 2 പുലിനഖങ്ങൾ ഉള്ള ലോക്കറ്റ് കൃത്യമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ പ്രചരണം നടക്കുകയാണ്. അതിനെക്കുറിച്ച് യാതൊരു അന്വേഷണവുമില്ലല്ലോ. മോഹൻലാലിൻ്റെ വീട്ടിൽ നിന്നും 2011 കണ്ടെത്തിയ ആനക്കൊമ്പ്, അത് കൃത്യമായും കണ്ടെത്തിയത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരല്ല. വാസ്തവ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെ പരിശോധനയിൽ വനം വകുപ്പിന് നിർദ്ദേശം കൊടുത്താണ് പിന്നീട് ഇൻട്രോഗേഷൻ നടന്നത്. അതിനെ ചൊല്ലി പിന്നീട് ഒരു തർക്കവും ഉണ്ടായില്ലല്ലോ. അപ്പോൾ വേടനെതിരെ മാത്രം എന്താണ്, ഇത് ജാതീയമായ അധിക്ഷേപമാണ് എന്ന രീതിയിൽ കാര്യങ്ങൾ പോവുകയാണ്. വേടൻ പ്രദാനം ചെയ്യുന്ന സമൂഹത്തിനോടുള്ള എതിർപ്പാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കാണിക്കുന്നതെന്ന് പകല് പോലെ വ്യക്തമാണ്. ഒരുതരം വൈരാഗ്യ ബുദ്ധിയോടെ അവർ ശ്രമിക്കുകയാണ്. വേടൻ്റെ മാതാവ് ശ്രീലങ്കൻ വംശജയായതുകൊണ്ട് ആ വഴിക്കും കേസ് നീങ്ങും എന്നൊക്കെയാണ് റേഞ്ച് ഓഫീസർ പറയുന്നത്. എന്തുമാത്രം അധമികളായ ഉദ്യോഗസ്ഥരാണ് അവിടെ ഉള്ളത് എന്നതാണ് ഇതിനെക്കുറിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന പോസ്റ്റുകൾ. നിരവധിയായ പത്രപ്രവർത്തകരും മാധ്യമ നിരീക്ഷകരുമൊക്കെ വേടൻ്റെ ഈ വിഷയത്തിൽ, വേടനോട് കാണിക്കുന്ന ഈ അനീതിയെക്കുറിച്ച് വലിയ തോതിൽ ചർച്ചയാവുകയാണ്. 2 തരം നീതിയാണ് ഇവിടെ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നത്. അതിൽ സവർണനും അവർണനും 2 രീതിയിലുള്ള നീതിയാണ്. ഇപ്പോഴും ഈ സിസ്റ്റത്തിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല എന്നത് വ്യക്തമല്ലേ എന്ന് മുതിർന്ന സാമൂഹ്യ പ്രവർത്തകർ, നിരവധിയായ സാമൂഹ്യ പ്രവർത്തകർ ചോദിക്കുകയാണ്.